നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം ഹെൽത്ത് ക്ലബ്ബുകളും ഫിറ്റ്നസ് സെന്ററുകളും ജിംനേഷ്യങ്ങളും ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ഹെൽത്ത് ക്ലബ്ബുകളും രണ്ടുപേരും കൂടി ഒരുമിച്ച് പങ്കെടുക്കുന്ന ഹെൽത്ത് ക്ലബ്ബുകളും ജിംനേഷ്യങ്ങളും ഒക്കെ തന്നെ വിവിധ നഗരങ്ങളിലും എന്തിന് ഗ്രാമപ്രദേശങ്ങളിൽ പോലുമുണ്ട്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് പാലക്കാടുള്ള ഒരു ജിമ്മിനെ കുറിച്ച്. ഈ ജിം മുസ്ലിം മതപരമായ ആചാരങ്ങൾ പാലിച്ച് മാത്രം നടത്തപ്പെടുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ പരസ്യവും ഇതിൻ്റെ വിശദ വിവരങ്ങളും ഒക്കെ തന്നെ നമുക്ക് കിട്ടിയത്. അതായത് ഇവിടെ അനിസ്ലാമികമായി ഒന്നുമുണ്ടാകില്ല, ദീനിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജിമ്മ്. സ്ത്രീകൾ ജിമ്മിൽ പോകുന്നത് ദീനിന് ചേർന്നതാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കെ ആണ് ഇത്തരത്തിൽ ഒരു പരസ്യം ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് ഇതിന് പിന്നിലെ ഉദ്ദേശം? ഇത്തരത്തിൽ ഒരു ജിം നടത്താൻ, അത് മതപരമായിട്ടോ അല്ലാതെയോ ജിമ്മിൽ നിയമങ്ങൾ ഒക്കെ അനുശാസിക്കാൻ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാൻ അത് നടത്തുന്നവർക്ക് അവകാശമുണ്ട്. എന്നാൽ പോലും ഒരു പൊതു ഇടമാകുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളില്ലേ എന്ന ചോദ്യവുമുണ്ട്. പക്ഷേ ഇത് ദീനിന് ചേർന്ന രീതിയിൽ, അതായത് ഇസ്ലാമിക നിയമപ്രകാരം തന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നടത്തപ്പെടുന്ന ഒരു ജിമ്മാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ജിമ്മിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും. അതായത് സോങ് കാണില്ല, ഔറത്തുകൾ മറച്ചിരിക്കണം, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചായിരിക്കില്ല, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പ്രത്യേക സമയം. ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മ്, പാലക്കാടാണ് ഈ ഒരു ജിമ്മ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് പൂർണ്ണതോതിൽ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അതോ ഇനി തുടങ്ങാൻ പോകുന്നതാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഇത്തരത്തിൽ ഒരു ജിമ്മ് ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ ഈ ഇസ്ലാം നിയമപ്രകാരം നടത്തപ്പെടുന്ന ജിമ്മിലേക്ക് മറ്റ് മതസ്ഥർ 100% പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്രിസ്ത്യൻ, ഹിന്ദു മതവിശ്വാസികൾ അല്ലെങ്കിൽ ഇനി വിശ്വാസമില്ലാത്തവരായാൽ കൂടി ഇത്തരം നിയമങ്ങൾക്ക് ചേർന്ന് നിന്നുകൊണ്ട് എന്തായാലും പ്രവർത്തിക്കില്ല. തിരുവനന്തപുരത്ത് ഒരു കലാലയമുണ്ട്, ഒരു കോളേജുണ്ട്. ആ കോളേജിൽ ഇത്തരം നിയമങ്ങൾ അനുശാസിക്കുന്നു. അവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തില്ല. ഒരു ക്ലാസ്സിൽ തന്നെ പ്രത്യേകമായി കർട്ടനിട്ട് അവരെ തിരിച്ചാണ് ഇരുത്തുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മിണ്ടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ, അതായത് ദീനിന് അനുകൂലമായി മാത്രം നടത്തപ്പെടുന്ന ഒരു കലാലയം തിരുവനന്തപുരം ജില്ലയിൽ നഗരപ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പം അത്തരത്തിൽ ഒരു ജിമ്മാണ് ഇത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിലേക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു ജിം നടത്തുന്നതിൻ്റെ ഉദ്ദേശം, കാരണം സ്ത്രീകൾ ജിമ്മിൽ പോകുന്നത്, സ്ത്രീകൾ വണ്ടിയോടിക്കുന്നത്, സ്ത്രീകൾ മറ്റ് അഭ്യാസ പ്രകടനങ്ങൾക്ക്, സ്പോർട്സിന് പോകുന്നത്, കലാമത്സരങ്ങൾക്ക് പോകുന്നത് ഒക്കെ വിലക്കിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം. അപ്പോൾ പിന്നെ ഇത്തരത്തിൽ ഒരു ജിമ്മിലേക്ക് സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ആകർഷിക്കുന്നത് എന്തിനാണ് എന്ന് ആരായാലും ചോദിച്ചു പോകും. ഇത് പലതരത്തിൽ ചിന്തിക്കപ്പെടും. അതായത് ഇവിടേക്ക് മറ്റ് മതസ്ഥരാരും കടന്നു വരില്ല. അതുകൊണ്ട് ഇവിടെ ദീനിന് അനുകൂലമായി, ഇവർ പറയുന്ന ജിഹാദിന് അനുകൂലമായി, തീവ്രവാദത്തിന്, മത തീവ്രവാദത്തിന് അനുകൂലമായി എന്ത് നടപടി സ്വീകരിച്ചാലും ആരും അറിയില്ല. ഇവരുടെ മതക്കാർ മാത്രമേ അറിയുകയുള്ളൂ. അതൊരു ചാൻസ് അല്ലേ, അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോൾ അല്ലേ? മറ്റു മതസ്ഥർ ആരെങ്കിലും അറിഞ്ഞ് അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് ബുദ്ധിമുട്ടായെങ്കിലും ഒരു ആയുധ പരിശീലനം, ഒരു ആയുധപ്പുര അല്ലെങ്കിൽ തീവ്രവാദ പരിശീലനം ഒക്കെ ഈ ജിമ്മ് കേന്ദ്രീകരിച്ച് സ്ത്രീകളെ അടക്കം ആകർഷിച്ചുകൊണ്ട് മത തീവ്രവാദത്തിലേക്ക്, IS-ലേക്കൊക്കെ ആകർഷിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും എന്ന ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. അതായത് നമ്മൾ തീർച്ചയായിട്ടും ഇവരിലെ യുവതലമുറകൾ അങ്ങോട്ട് ചെല്ലുകയും, അതായത് മുസ്ലിം മതത്തിൽപ്പെട്ട യുവതലമുറ അങ്ങോട്ട് ചെല്ലുകയും അവർക്ക് തീവ്രവാദവും ആയുധ പരിശീലനവും നൽകുകയും ചെയ്യാം. കേരളത്തിൽ മൊത്തം ഇത്തരം ജിമ്മുകൾ ഉടൻ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. കയ്യിൽ രാഖി കെട്ടിയവർക്ക് മാത്രം ജിം തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ഹൈന്ദവ മതപഠന കേന്ദ്രം ഒരു ജിം തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ പള്ളി ഒരു ജിം തുടങ്ങിയാൽ അതിനെതിരെ മതേതരവാദികൾ അല്ലെങ്കിൽ ചില പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടും ഒക്കെ രംഗത്തിറങ്ങും. പക്ഷേ ഈ ജിമ്മിനെതിരെ ഇതുവരെ ആരും പ്രത്യേകമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രത്യേകമായി ഒരു നടപടിയും എടുത്തിട്ടില്ല, ഒരു ചോദ്യവും ഉണ്ടായിട്ടില്ല. ആകെ ഫേസ്ബുക്കിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇതൊരു അപകടകരമായ നീക്കമായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയെ
അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മതനിരപേക്ഷ അവസ്ഥയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ സ്കൂളുകളും കോളേജുകളും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജുകളും അതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ പലയിടത്തായി രഹസ്യമായിട്ടും പരസ്യമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്? നേരത്തെ പീസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിനെ കുറിച്ച് ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇതുപോലെ മത തീവ്രവാദ മനസ്സോടെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മത തീവ്രവാദം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്നുള്ള പരാതിയും ആരോപണവും നിലനിൽക്കുന്നു. അല്ലെങ്കിൽ പലതരത്തിലുള്ള ജിഹാദുകൾ ഉണ്ട്. ഇതൊരു ഫിറ്റ്നസ് ജിഹാദ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്നതാണ്. ലവ് ജിഹാദ് പോലെ, നാർക്കോട്ടിക് ജിഹാദ് പോലെ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ജിഹാദ് പോലെ. നാർക്കോട്ടിക് ജിഹാദിനെതിരെയുള്ള ചില വാദങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് പാല ബിഷപ്പായിരുന്ന ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ആ ഒരു വസതി അരമന വളഞ്ഞ കഥയൊക്കെ നമുക്കറിയാം. അന്ന് PC ജോർജൊക്കെ വലിയ പ്രതികരണങ്ങൾ നടത്തിയതാണ്. അദ്ദേഹത്തെ പൂഞ്ഞാറിൽ തോൽപ്പിച്ചത് തന്നെ ഇക്കൂട്ടരാണ് എന്ന് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇതൊക്കെയായാലും ഇത് ഒരിക്കലും ആരോഗ്യപരമായ ഒരു സമീപനത്തിൻ്റെ ലക്ഷണങ്ങളല്ല. ഇത്തരത്തിൽ ഒരു സ്വതന്ത്രമായ ഒരു ജിം തുടങ്ങിയിട്ട് അവിടെ തോന്നിയവാസങ്ങൾ നടത്തുക, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കടകളുണ്ട്. പലയിടത്തായി പല കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ പല പേരുകളുണ്ട്. കുറച്ചു കാലം ഈ കട അവിടെ കാണും, കുറച്ചു കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ഈ കട കാണില്ല. ഇതൊക്കെ തന്നെ പല ക്രയവിക്രയങ്ങളും പല ഇടപാടുകളും നടത്താൻ വേണ്ടി നടത്തുന്ന വെറും മുഖം മൂടികളാണ്. ഈ ജിമ്മും അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നമ്മൾ അങ്ങനെയാണെന്ന് ഉറപ്പൊന്നും പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അവിടെ ഔറത്തിന് ചേരാത്തത് ഒന്നും നടക്കില്ല. അവിടെ കൃത്യമായി നിസ്കാരവും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും, അതായത് എല്ലാം ഇസ്ലാം ശരീഅത്ത് നിയമപ്രകാരം മാത്രം നടത്തപ്പെടുന്ന ഒരു ജിംനേഷ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടേ പറ്റൂ. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലാതെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ ജിംനേഷ്യങ്ങളും ഹെൽത്ത് ക്ലബ്ബുകളും ഒക്കെ നടത്തുന്നുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള നിയമങ്ങളില്ല, ഇത്തരത്തിലുള്ള നിഷ്കർഷകളില്ല, ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകളില്ല. അപ്പം അങ്ങോട്ട് മറ്റു മതസ്ഥർ വരാതിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് എന്ത് തോന്നിയാസവും ഈ ജിമ്മിൻ്റെ മറവിൽ കാണിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് വിലയിരുത്തിയാൽ നമുക്കൊരിക്കലും തെറ്റ് പറയാൻ സാധിക്കില്ല.